എല്ലാവർക്കും നമസ്കാരം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലുള്ള അഹം ബ്രഹ്മാസ്മി എന്ന ഈ പഠന ക്ലാസ് ഇവിടെ ആരംഭിക്കുകയാണ്. ആദിശങ്കരാചാര്യ വിരചിത രചനകള്, വേദ പാഠങ്ങള് എല്ലാം വിശദമായി തന്നെ പറഞ്ഞു തരുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ ജയകൃഷ്ണൻജിയാണ്. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഹൃദയംഗമായ സ്വാഗതം. ഒപ്പം വളരെ ബഹുമാനത്തോടുകൂടി ശ്രീ ജയകൃഷ്ണൻജിയെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ജയശങ്കര ജയശങ്കര. അജ്ഞാനാന്തർഗഹനപതിതൻ ആത്മവിദ്യോപദേശൈ ത്രാതും ലോകൻ ഭവതവശിഖ താപപാപക്ഷമാനാൻ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോ മൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുചിഭിഃ വശിന്യാദ്യാഭിസ്ത്വാം സഹജനനി സഞ്ജന്തേ ധിയഃ സകർത്താ കാവ്യാനാം ഭവതി മഹതം ഭംഗിരുചിഭിഃ വചോഭിർവാഗ്ദേവീ വദനകമലാമോദമധുരൈ. ഓം ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ജയശങ്കര. ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളാൽ വിരചിതമായിരിക്കുന്ന സൗന്ദര്യലഹരി എന്ന വളരെ ബൃഹത്തായ ഈ സ്തോത്രകാവ്യത്വം നാം അർത്ഥമറിഞ്ഞ് ഓരോ ശ്ലോകങ്ങളുടെയും വാക്കുകളുടെയും അർത്ഥമറിഞ്ഞ് പഠിക്കുവാനായിട്ട്, ചൊല്ലി പഠിക്കുവാനായിട്ട് നാം ശ്രമിക്കുകയാണ്. അപ്പോൾ നാം പറയുകയുണ്ടായി, തന്ത്രശാസ്ത്രങ്ങളുടെ സാരസർവം ഉൾക്കൊള്ളുന്ന സൗന്ദര്യലഹരി അനാദൃശ്യമായ ഒരു കാവ്യമാണ്. ഇതിനു മുമ്പ് പലപ്പോഴായിട്ട് ഞാൻ പറയുകയുണ്ടായി. ആദ്യത്തെ 41 ശ്ലോകങ്ങൾ പൂർണ്ണമായിട്ടും താന്ത്രികമാണ്. 42 ശ്ലോകം മുതൽ ദേവിയെ ആപാദചൂഢം, കിരീടം മുതൽ പാദം വരെ വർണ്ണിച്ചു കൊണ്ടിരിക്കുകയാണ് ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികൾ. അപ്പോ സൗന്ദര്യലഹരി എന്ന പേര് തന്നെ, എന്താണ് ഈ സൗന്ദര്യം ഇല്ലേ? അപ്പോ ഒരു സൗന്ദര്യമുള്ള ഒരു വസ്തു എന്ന് പറഞ്ഞ് എന്തിനെങ്കിലും കണ്ടാൽ നമുക്ക് എന്തു തോന്നും? ഒരു സുഖം മനസ്സിന്, അല്ലെങ്കിൽ ആനന്ദം തോന്നും ഇല്ലേ? അപ്പോ ഇവിടെ സൗന്ദര്യലഹരി എന്ന് പറയുന്നത് എന്താണ്? ആ പരമമായ ആനന്ദം, ബ്രഹ്മാനന്ദം, സാക്ഷാൽ ബ്രഹ്മത്തെ അറിയുക എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ എൻ്റെ അമ്മാവനുമായിട്ട് സംവദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു, എടാ, നമുക്ക് വിഷ്ണു പോയി അല്ലെങ്കിൽ നമുക്ക് ശിവൻ പോയി എന്ന് നാം പറയാറുണ്ടോ? പക്ഷെ ശക്തി പോയി എന്ന് നമുക്ക് പറയാറില്ലേ? അപ്പം ആ ശക്തി എന്ന് പറയുന്ന ആ പരാശക്തിയുടെ പ്രാധാന്യം, പരമമായ ബ്രഹ്മം എന്ന് പറയുന്നത് ആ പരാശക്തി തന്നെയാണ്. ആ പരാശക്തിയെ അറിയുക എന്ന് പറയുന്നതാണ് സാന്ദ്രാനന്ദ അവബോധം, ആത്മബോധത്തെ അറിയുന്നത് എന്നാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ സൗന്ദര്യലഹരിയെ അർത്ഥമറിഞ്ഞ് പരമമായ ആ ബ്രഹ്മത്തെ അറിഞ്ഞ് ശ്ലോകങ്ങളെ പഠിക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 81 ശ്ലോകം വരെയാണ്, 80 ശ്ലോകം വരെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ശ്രമിച്ചത്. ഇന്ന് 81 ശ്ലോകം നമുക്ക് ചിന്തിച്ചു നോക്കാം. ഗുരുത്വം വിസ്താരം ക്ഷിതിധരപതി പാർവതി നിജാന്നിദം ബാധാച്ഛിദ്യ ത്വൈഹരണരൂപേണ നിദധേ അതസ്തേ വിസ്തീർണോ ഗുരുരയമശേഷം വസുമതീം
നിതംബ പ്രാഗ്ഭാര സ്ഥഗയതി ലഘുത്വം നയതി ച ഗുരുത്വം വിസ്താരം ക്ഷിതിധരപതി പാർവതി നിജാ നിതംബാദാച്ഛേദ്യ ത്വയി ഹരണരൂപേണ നിദധേ അതസ്തേ വിസ്തീർണോ ഗുരുരയമശേഷം വസുമതീം നിതംബ പ്രാഗ്ഭാര സ്ഥഗയതി ലഘുത്വം നയതി ച. എന്താണ് ഇവിടെ? അല്ലയോ പാർവതി എന്ന് തന്നെയാണ് സംബോധന. നാം പറയുകയുണ്ടായി, എല്ലാ ശ്ലോകങ്ങളിലും ദേവിയെ പല രൂപത്തിലാണ് സംബോധന ചെയ്തിരിക്കുന്നത്. ഇവിടെ പേര് തന്നെയാണ് പാർവതി എന്ന് തന്നെയാണ് സംബോധന ചെയ്തിരിക്കുന്നത്. അല്ലയോ പാർവതി. ക്ഷിതിധരപതി. എന്താണ് ക്ഷിതി? ക്ഷിതിധരപതി പർവ്വതരാജൻ അല്ലേ? ധരപതി, ധരൻ ഭൂമിയാണ്, പർവ്വതം. ക്ഷിതിധരപതി ഭൂമിയിലെ ആ പർവ്വതങ്ങളുടെ മുഴുവൻ രാജാവായിരിക്കുന്ന ക്ഷിതിധരപതി ആരാണ്? ഹിമവാൻ. അപ്പൊ അല്ലയോ പാർവതി ദേവി, ഗുരുത്വം വിസ്താരം ക്ഷിതിധരപതി പാർവതി നിജാനിദംബാദാച്ഛേദ്യ ത്വയി ഹരണരൂപേണ നിദധേ. അപ്പൊ പർവ്വതരാജനായിരിക്കുന്ന ആ ഹിമവാൻ എന്താണ്? ഗുരുത്വം വിസ്താരം. ഗുരുത്വത്തെയും, എന്താണ് ഗുരുത്വം? ഘനം അല്ലെങ്കിൽ വലിപ്പം, ആ കട്ടി, ഭാരം, ആ ഗുരുത്വത്തെയും, പിന്നീടോ വിസ്താരം, വിസ്താരത്തെയും, നിജാദ് നിതംബാദ്. എന്താണ് നിജാദ് നിതംബാദ് ആച്ഛിദ്യ, തൻ്റെ നിതംബത്തിൽ നിന്നും മുറിച്ചെടുത്തിട്ട് എന്നാണ്. നിജാദ് തൻ്റെതായ ആ നിതംബത്തിൽ നിന്നും ആച്ഛിദ്യ മുറിച്ചെടുത്തിട്ട്. അപ്പൊ തൻ്റെ തന്നെ പിൻഭാഗത്ത് നിന്നും പർവ്വതരാജനായിരിക്കുന്ന ഹിമവാൻ എങ്ങനെയാണ്? ഗുരുത്വം കൊണ്ടും വളരെ വലിപ്പമാണ്, വിസ്താരം കൊണ്ടും വളരെ വലുതാണ്. അങ്ങനെ ഗുരുത്വം കൊണ്ടും വിസ്താരം കൊണ്ടും വിസ്തീർണം കൊണ്ടും വളരെ വലുതായിരിക്കുന്ന ഹിമവാൻ തൻ്റെ തന്നെ പിൻഭാഗത്ത് നിന്ന് ഒരു ഭാഗം മുറിച്ചു മാറ്റിക്കൊണ്ട് എന്തു ചെയ്തു? അതാണ് നിതംബാദാച്ഛേദ്യ ത്വയി ഹരണരൂപേണ നിദധേ എന്നാണ്. ത്വയി, അല്ലയോ അമ്മേ, നിന്തിരുപടിയിട്ട് അല്ലയോ പാർവതി. പാർവതിയെ സംബോധന ചെയ്ത് പറയുകയാണ് ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികൾ. അല്ലയോ അമ്മേ, അമ്മയുടെ പിതാവായിരിക്കുന്ന സാക്ഷാൽ പർവ്വതരാജൻ ക്ഷിതിധരപതി പർവ്വതരാജനായിരിക്കുന്ന ഹിമവാൻ തൻ്റെ തന്നെ നിതംബത്തിൽ നിന്നും ഗുരുത്വവും വിസ്തീർണവുമുള്ള ഗുരുത്വം വിസ്താരമുള്ള ഒരു ഭാഗം മുറിച്ചെടുത്തിട്ട് എന്തു ചെയ്തു? ത്വയി ഹരണരൂപേണ നിദധേ. ഹരണരൂപേണ നിദധേ എന്നാണ്. ഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീധനം. ത്വയി ഹരണരൂപേണ, അങ്ങയുടെ അമ്മയുടെ സ്ത്രീധനമായിട്ട്, അല്ലെങ്കിൽ അമ്മയ്ക്ക് സ്ത്രീധനമായിട്ട്, അല്ലെങ്കിൽ അധ്യാഗ്നി അല്ലെങ്കിൽ വരദക്ഷിണ എന്നൊക്കെയാണ് ആചാര്യന്മാർ ഉപയോഗിച്ചിരിക്കുന്ന സംസ്കൃത പദങ്ങൾ. അധ്യാഗ്നി അല്ലെങ്കിൽ വരദക്ഷിണ, മലയാളത്തിൽ സ്ത്രീധനം, മലയാളത്തിലുള്ള സംസ്കൃതത്തിലും സ്ത്രീധനം എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ തൻ്റെ പിൻഭാഗത്ത് നിന്നും വളരെ ഗുരുത്വവും വിസ്തീർണവുമായിട്ടുള്ള ഒരു ഭാഗം ഭൂഭാഗം മുറിച്ചെടുത്തുകൊണ്ട് ഹിമവാൻ പാർവതീദേവിയുടെ വരദക്ഷിണയായിട്ട് വരന് നൽകി എന്നുള്ളതാണ്, പാർവതീദേവിക്ക് നൽകി എന്നുള്ളതാണ്. പിന്നീടോ അതസ്തേ, അപ്പൊ നിദധേ എന്ന് പറഞ്ഞാൽ കൊടുത്തു അല്ലെങ്കിൽ തന്നു എന്നാണ്. അപ്പൊ എന്തായിട്ട്? ഹരണരൂപേണ നിദധേ. അപ്പം അധ്യാഗ്നി അല്ലെങ്കിൽ വരദക്ഷിണയായിട്ട് തൻ്റെ പിൻഭാഗത്തു നിന്നും വളരെ ഗുരുത്വമുള്ളതും വിസ്തീർണമുള്ളതുമായിരിക്കുന്ന ഒരു ഭാഗം തൻ്റെ പിൻഭാഗത്തു നിന്ന് മുറിച്ചു മാറ്റി അമ്മയ്ക്ക് വരദക്ഷിണയായിട്ട് തന്നു എന്നുള്ളതാണ്. അതസ്തേ, അത എന്ന് പറഞ്ഞാൽ അതിനാൽ, തേ നിന്തിരുവടിയുടെ, അതാണ് അതസ്തേ വിസ്തീർണോ ഗുരുരായമശേഷം വസുമതീം. അയ ഈ, ഏത് ഈ എന്ന് പറഞ്ഞാൽ നിതംബ പ്രാഗ്ഭാര. അതുകൊണ്ട് നിതംബത്തിന്റെ പ്രാഗ്ഭാരം, ഇത്രയും വലിപ്പവും ഗുരുത്വവും വിസ്തീർണമുള്ള ഒരു ഭാഗം തൻ്റെ പിതാവായിരിക്കുന്ന ഹിമവാൻ അമ്മയ്ക്ക് ദക്ഷിണയായിട്ട്, വരദക്ഷിണയായിട്ട്, അധ്യാഗ്നിയായിട്ട്, ശ്രീധനമായിട്ട് നൽകിയിരിക്കുന്നത് കൊണ്ട് അതാണ് അതസ്തേ വിസ്തീർണോ ഗുരുരയമശേഷം വസുമതീം. വസുമതീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയെ. അശേഷാം, അപ്പം അശേഷാം വസുമതീം, ഭൂമിയെ മുഴുവനും തന്നെ എന്നാണ്.
എന്താണ്? സ്ഥഗയതി ലഘുത്വം നിതംബ പ്രാഗ്ഭാര സ്ഥഗയതി ലഘുത്വം നയതി ച. അതുകൊണ്ട് ആ വസുമതിയും ഈ ഭൂമിയെ മുഴുവൻ തന്നെ സ്ഥഗയതി എന്നാൽ മറയ്ക്കുന്നു എന്നുള്ളതാണ്. ലഘുത്വം നയതിച്ച എന്നാൽ ലഘുവാക്കി തീർക്കുകയും ചെയ്യുന്നു. എന്തിനെ? ഭൂമിയെ. കാരണം അത്ര ഭാരവും വിസ്തീർണമുള്ളതാണ് അമ്മയുടെ ആ നിതംബം. ആ നിതംബം അങ്ങേക്ക് നൽകിയിരിക്കുന്നത് സാക്ഷാൽ ഹിമവാൻ തന്നെയാണ്. തൻ്റെ വളരെ വിസ്തീർണമായ ഭൂഭാഗത്ത് നിന്ന് മുറിച്ചെടുത്തുകൊണ്ട് അത് അമ്മയ്ക്ക് നൽകിയിരിക്കുന്നു. അപ്പൊ അമ്മയുടെ നിതംബ ഭാഗം ഭൂമിയെ മറയ്ക്കുന്നു. അങ്ങനെ മറയ്ക്കുന്നത് കൊണ്ട് എന്ത് പറ്റുന്നു? ഭൂമി എത്ര ഗുരുത്വമുള്ളതാണെങ്കിൽ എന്നാൽ പോലും അമ്മയുടെ ഈ നിതംബ ഭാഗം കൊണ്ട് ഇത്ര വലിപ്പമുള്ളത് കൊണ്ട് ഇത് ലഘുത്വമായിട്ട് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. അതാണ് ഗുരുത്വം വിസ്താരം ക്ഷിതിധരപതി പാർവതി നിജാന്നിദംബാദാഛിദ്യ ത്വൈഹരണ രൂപേണ നിദധേ അതസ്തേ വിസ്തീർണോ ഗുരുരയമശേഷം വസുമതീം നിതംബ പ്രാഗ്ഭാര സ്ഥഗയതി ലഘുത്വം നയതി ച. അപ്പൊ അല്ലയോ പാർവതി, നിന്തിരുവടിയുടെ പിതാവും പർവ്വതരാജാവുമായിരിക്കുന്ന ഹിമവാൻ തൻ്റെ നിതംബ പ്രദേശത്തിൽ നിന്നും, അതല്ലേ പാർവതി നിജാനിതംബാദാഛിദ്യ, തൻ്റെ ആ നിതംബ പ്രദേശത്തിൽ നിന്നും ഗുരുത്വം വിസ്താരം, ഗുരുത്വമുള്ളതും വിസ്താരത്തെയും എടുത്തിട്ട് എന്ത്? ത്വൈഹരണ രൂപേണ നിദധേ, നിന്തിരുവടിക്ക് സ്ത്രീധനമായിട്ട് അല്ലെങ്കിൽ വരദക്ഷിണയായിട്ട് നൽകി എന്നുള്ളതാണ്. പിന്നീടോ അതുകൊണ്ടാണ് അതസ്തേ, അതുകൊണ്ട് അതിനാൽ തേ നിന്തിരുവടിയുടെ അതസ്തേ വിസ്തീർണോ ഗുരുരയമശേഷം വസുമതിം, അതുകൊണ്ട് നിന്തിരുവടിയുടെ നിതംബത്തിന്റെ പിൻഭാഗം വളരെ ഗുരുത്വമുള്ളതും വിസ്തീർണവുമുള്ളതായിട്ട് ഭവിച്ചിട്ട് എന്താണ്? അശേഷാം വസുമതിയും. അപ്പോ സ്ഥഗയതി ലഘുത്വം അശേഷാം വസുമതിയും, ഭൂമിയെ സമസ്ത ഭൂമണ്ഡലത്തെയും മറയ്ക്കുന്നു. അങ്ങനെ മറയ്ക്കുന്നത് കൊണ്ട് ആ ഭൂമിനെ ലഘുവാക്കി തീർക്കുന്നു എന്നുള്ളതാണ്. കാരണം ലഘു എന്ന് പറഞ്ഞാൽ ചെറുത്, ഗുരുത്വം എന്ന് പറഞ്ഞാൽ വലിപ്പമുള്ളത് എന്നുള്ളതാണ് അർത്ഥം. അപ്പോ ഇവിടെ എന്താണ്? ദേവിയുടെ നിതംബ പ്രദേശത്തെയാണ് പറയുന്നത്. വളരെ ഗുരുത്വവും വിസ്താരമുള്ളതായിട്ട് പറയുന്നു. ഇത് കവിയുടെ ഒരു സങ്കല്പമാണ്. അപ്പോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ, അങ്ങയുടെ അമ്മയുടെ ആ നിതംബത്തില് ഭൂമിയെല്ലാം നിറയുന്നതിനാൽ ഭൂമിയുടെ പൂർണ്ണമായ രസാസരം അതിലാണ് ഉൾക്കൊള്ളുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ആയെങ്കിൽ മാത്രമേ ഭൂമിയിൽ സസ്യലതാദികളും കൃഷികളും എല്ലാം നടക്കുകയുള്ളൂ എന്നൂടെ നാം മനസ്സിലാക്കുന്നു. അപ്പൊ സമസ്ത ഈ ഭൂമിയിലുള്ള സമസ്ത ഭൂതജാലങ്ങൾക്കും ഇതൊരു ഉത്സവമാണ്. എങ്ങനെ ഈ ഭൂമിയിൽ രസം അനുഭവിക്കുവാൻ കഴിയുന്നത് അത് അപ്പൊ സമസ്ത ഈ ബ്രഹ്മാണ്ഡ ലോകങ്ങളെല്ലാം തന്നെ പാർവതി ദേവിയിൽ തന്നെയാണ് എന്ന് വേണം ചിന്തിക്കാൻ. അപ്പോ ഗുരുത്വം കൊണ്ട് ഭൂമിയെ ലഘുവാക്കി തീർക്കുന്നു എന്ന്, ഗുരുത്വം കൊണ്ട് അമ്മയുടെ ആ നിതംബത്തിന്റെ ഗുരുത്വം കൊണ്ട് ഭൂമിയെ ലഘുവാക്കി തീർക്കുകയും മറയ്ക്കുകയും ചെയ്യുന്നു. അപ്പം ഭൂമിയെ മറയ്ക്കത്തക്ക വലിപ്പം എന്ന് പറയുമ്പോൾ ഭൂമിയേക്കാൾ ഭാരമുള്ള ഒന്നാണ് ദേവിയുടെ നിതംബം എന്നാണ് ഈ ശ്ലോകം സ്ഥാപിച്ചു വരുന്നത്. അത് മാത്രമല്ല, ഗുരുത്വവും വിസ്താരവും ഭൂമിയുടെ 2 മാനങ്ങളാണല്ലോ, അല്ലേ? അപ്പൊ അത് രണ്ടും ദേവിയുടെ ശരീരത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. ആലോചിച്ച് നോക്കൂ, ഈ ഭൂമി മുഴുവൻ ഗുരുത്വവും വിസ്താരവും ഉള്ളതാണ്, പക്ഷെ അത് ദേവിയുടെ ശരീരത്തിന്റെ ഒരു ഭാഗം മാത്രമായിട്ടാണ്. ആ ഭാഗമായിട്ട് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ബ്രഹ്മാണ്ഡകോടികൾ ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചസാരം മുഴുവൻ, ഈ പ്രപഞ്ചമാകെ ദേവിയുടെ ശരീരമാണ് എന്ന് പരോക്ഷമായിട്ട് ആചാര്യസ്വാമികൾ ഇവിടെ സിദ്ധിക്കുകയാണ്. അപ്പോ ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ഗുരുത്വം വിസ്താരം ക്ഷിതിധരപതി പാർവതി നിജാന്നിദംബാദാഛിദ്യ ത്വൈഹരണ രൂപേണ നിദധേ അതസ്തേ വിസ്തീർണോ ഗുരുരയമശേഷം വസുമതീം നിതംബ പ്രാഗ്ഭാര സ്ഥഗയതി ലഘുത്വം നയതി ച.
അപ്പൊ പ്രാഗ്ഭാരം അതിൻ്റെ ആ ഭാരം കൊണ്ട് എന്നാണ്. ഭൂമിയെ ലഘുത്വമുള്ളതാക്കി തീർക്കുന്നു. അപ്പം ആ ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലായി എന്ന് ചിന്തിക്കുകയാണ്. അപ്പൊ എന്താണ്? അലയോ പാർവതീ ദേവി, നിന്തിരുപടിയുടെ പിതാവ് ആയിരിക്കുന്ന ആ ഹിമവാൻ തൻ്റെ നിതംബ പ്രദേശത്തിൽ നിന്നും വളരെ ഗുരുത്വവും വിസ്തീർണവുമായിട്ടുള്ള ഒരു ഭാഗം മുറിച്ചു മാറ്റി അമ്മയ്ക്ക് വരദക്ഷിണയായിട്ട് നൽകി എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആ നിതംബ പ്രദേശം എന്താണ്? ഈ പ്രപഞ്ചത്തെ മുഴുവൻ, ഈ ഭൂമിയെ മുഴുവൻ മറയ്ക്കുന്നു. കാരണം ഭൂമി അതിൽ ചെറുതാണ് എന്നുള്ളതാണ്. അപ്പൊ അത് മാത്രമല്ല, അങ്ങനെ മറയ്ക്കുന്നത് കൊണ്ട് അത് ലഘുവാക്കി തീർക്കുകയും ചെയ്യുന്നു. അപ്പൊ വരുമ്പോ ധാരണ തന്നെ ഭൂമിക്ക് ഗുരുത്വവും വിസ്താരമുണ്ട്. അതിനേക്കാൾ ഗുരുത്വവും വിസ്താരമുള്ള ഒന്നാണ് അമ്മയുടെ നിതംബം എന്ന് പറയുന്നത് കൊണ്ട് ബ്രഹ്മാണ്ഡ കോടികൾ ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചമെല്ലാം തന്നെ അമ്മയുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് ഉൾക്കൊണ്ടിരിക്കുന്നു എന്നാണ് ആചാര്യസ്വാമികൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അതിന്റെ മാനം നാം ചിന്തിക്കേണ്ടത്. നാം ആ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം. ഗുരുത്വം വിസ്താരം ക്ഷിതിധരപതി പാർവതി നിജ. ചൊല്ലിക്കോളൂ. ഗുരുത്വം വിസ്താരം ക്ഷിതിധരപതി പാർവതി നിജ. ഗുരുത്വം വിസ്താരം ക്ഷിതിധരപതി പാർവതി നിജ നിദംബാദാഛിദ്യ ത്വയി ഹരണരൂപേണ നിദധേ. ആദ്യത്തെ വരി ഒന്നുകൂടെ ചൊല്ലൂ. ഗുരുത്വം വിസ്താരം പാർവതി നിജ നിദംബാദാച്ഛദ്യ ത്വയി ഹരണരൂപേണ നിദധേ. അധസ്തേ വിസ്തീർണോ ഗുരുരയമശേഷം വസുമതീം. നിദംബ പ്രാഗ്ഭാര സ്ഥഗയതി ലഘുത്വം നയതി ച. നിദംബ പ്രാഗ്ഭാര സ്ഥഗയതി ലഘുത്വം നയതി ച. സ്ഥഗയതി എന്ന് പറഞ്ഞാൽ മറയ്ക്കുന്നു, ഭൂമിയെ മറയ്ക്കുന്നു എന്നാണ്. അപ്പൊ ഗുരുത്വം വിസ്താരം ക്ഷിതിധരപതി പാർവതി നിജ. ചൊല്ലിക്കോളൂ. ഗുരുത്വം വിസ്താരം പാർവതി നിജ നിദംബാദാച്ഛിദ്യ ത്വയി ഹരണരൂപേണ നിദധേ. അധസ്തേ വിസ്തീർണോ ഗുരുരയമശേഷം വസുമതീം. വിസ്തീർണോ ഗുരുരയമശേഷം വസുമതീം. നിദംബ പ്രാഗ്ഭാര സ്ഥഗയതി ലഘുത്വം നയതി ച. നിദംബ പ്രാഗ്ഭാര സ്ഥഗയതി ലഘുത്വം നയതി ച. അപ്പൊ ഈ ഹരണം എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടുത്തെ പ്രാധാന്യം. ഹരണം, പാർവത രാജാവ് മകൾക്ക് സ്ത്രീധനമായി, ഹരണം എന്ന് പറഞ്ഞാൽ സ്ത്രീധനമാണ്. ആ വരദക്ഷിണയായിട്ട് സ്ത്രീധനമായിട്ട് കൊടുത്തിരിക്കുന്ന ഒന്നാണ്. കാരണം പർവ്വതരാജാവിന് പർവ്വതമാണല്ലോ, അദ്ദേഹം അതാണ്, അതിന്റെ ഒരു ഭാഗമാണ്, തന്റെ തന്നെ പിൻഭാഗത്തിന്റെ ഒരു ഭാഗമാണ് ദേവിക്ക് കൊടുത്തിരിക്കുന്നത് എന്നാണ്. അപ്പോൾ സമസ്ത പ്രപഞ്ചം മുഴുവൻ ആ ദേവിയുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്തായിട്ട് ഉൾക്കൊള്ളുന്നു എന്ന് നാം ധരിക്കണം എന്നാണ് ആചാര്യന്മാർ പറഞ്ഞു തന്നിരിക്കുന്നത്. അടുത്ത ശ്ലോകം നോക്കാം. കരീന്ദ്രാണാം ശുണ്ഡാൻ കനകകദളീ കണ്ഠപടലീം ഉപാഭ്യാം ഊരുഭ്യാം ഉഭയമപി നിർജിത്യ ഭവതി സുവൃത്താഭ്യം പത്യു പ്രണതി കഠിനാഭ്യാം ഗിരിസുതേ വിധിജ്യേ ജ്ഞാനുഭ്യാം വിഭുതകരികുംഭ ദ്വയമപി. കരീന്ദ്രാണാം ശുണ്ഡാൻ കനകകദളീ കണ്ഠപടലീം ഉപാഭ്യാം ഊരുഭ്യാം ഉഭയമപി നിർജിത്യ ഭവതി സുവൃത്താഭ്യാം പത്യു
പ്രണതി കഠിനാഭ്യാം ഗിരിസുതേ വിധിജ്ഞേ ജാനുഭ്യാം വിബുധ കരികുംഭദ്വയമപി. അപ്പൊ എന്താണ് കരീന്ദ്രാണാം എന്നാണ്. കരി എന്ന് പറഞ്ഞാൽ ആന അല്ലേ. അപ്പൊ ഇവിടെയും വിളിച്ചിരിക്കുന്ന ഗിരിസുതേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലയോ പാർവതി, പർവ്വതപുത്രിയായിരിക്കുന്ന അല്ലയോ ഭഗവതി. അപ്പൊ അമ്മയെ സംബോധന ചെയ്തിരിക്കുന്നത് ഈ ശ്ലോകത്തിൽ ഗിരിസുതേ എന്നാണ്. എല്ലാ ശ്ലോകത്തിലും പല രീതിയിലാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ അമ്മയെ സംബോധന ചെയ്തിരിക്കുന്ന ഗിരിസുതേ, പർവ്വതപുത്രിയായിരിക്കുന്ന അല്ലയോ പാർവതി ദേവി, അല്ലയോ അമ്മേ. നിന്തിരുവടിയുടെ കരീന്ദ്രാണാം, കരി എന്ന് പറഞ്ഞാൽ ആന, ഇന്ദ്രാണാം കരീന്ദ്രാണാം. അപ്പം ദേവന്മാരുടെ രാജാവ് ഇന്ദ്രൻ അല്ലേ. അതേപോലെ കരീന്ദ്രാണാം എന്ന് പറയുമ്പോൾ ശ്രേഷ്ഠനായിരിക്കുന്ന ഗജം, ആന എന്നർത്ഥം. അപ്പോൾ ഗജശ്രേഷ്ഠൻ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നീടോ ശുണ്ടാൻ, ശുണ്ടാൻ എന്ന് പറഞ്ഞാൽ തുമ്പിക്കൈ. അപ്പോ ഗജശ്രേഷ്ഠന്മാരുടെ തുമ്പിക്കൈ. അതുപോലെ തന്നെ കനകകദളീ കാണ്ഡപടലീം, കനകകദളീ കാണ്ഡപടലീം എന്ന് പറഞ്ഞാൽ എന്താണ്? കനകവർണ്ണമായിരിക്കുന്ന അല്ലെങ്കിൽ സുവർണമായിരിക്കുന്ന കദളിവാഴത്തടകളെ പോലെയും എന്നാണ്. അപ്പൊ സുവർണമായിരിക്കുന്ന കദളിവാഴ എന്നാണ്. അപ്പൊ അപ്പൊ എന്താണ്, എന്തിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് നമുക്ക് നോക്കാം. ഉപാഭ്യാം ഊരുഭ്യാം ഉഭയമപി നിർജത്യ ഭവതി. ഉപാഭ്യാം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടിനെയും, രണ്ടും. ഉപാഭ്യാം രണ്ടും. ഏത് രണ്ടും? കരീന്ദ്രാണാം ശുണ്ടാൻ, കരീന്ദ്രനെയും കരീന്ദ്രന്റെ ശുണ്ടാൻ ആ തുമ്പിക്കൈയും കനകകദളീ കാണ്ഡപടലീം കനകവർണ്ണമായിരിക്കുന്ന ആ കദളിവാഴത്തടകളെയും അതിനെ രണ്ടിനെയും, അതാണ് ഉപാഭ്യാം. അവ രണ്ടും ഉപാഭ്യാം ഊരുഭ്യാം, രണ്ട് ഊരുക്കൾ കൊണ്ട്. ഊരു എന്ന തുടഭാഗത്തെയാണ് ഊരുക്കള് എന്ന് പറയുന്നത്. അപ്പൊ അമ്മയുടെ ആ രണ്ട് തുടകളെ കുറിച്ചാണ്, കാലുകളുടെ, ദേവിയുടെ കാലുകളെ കുറിച്ചാണ് ഇവിടെ വർണ്ണിക്കുന്നത്. മുട്ടിനെ കുറിച്ചും പറയുന്നു, തുടകളെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോ ഊരുഭ്യാം, ഈ രണ്ട് ഊരുക്കളും, ഉപാഭ്യാം ഊരുഭ്യാം രണ്ട് ഊരുക്കളാൽ, ഉഭയമപി രണ്ടിനെയും, ഏത് രണ്ടിനെയും? ഗജേന്ദ്രന്റെ തുമ്പിക്കൈയെയും അതുപോലെ തന്നെ സുവർണവർണ്ണമുള്ള എന്താണ് പറയുക, കനക കദളീ കണ്ഡപടലിയും, കനകവർണ്ണമുള്ള അല്ലെങ്കിൽ സുവർണ നിറമുള്ള ആ കദളിവാഴത്തടയെയും അതിനേക്കാളും മനോഹരമായിരിക്കുന്നു എന്നുള്ളതാണ്. ഉഭയമപി നിർജത്യ ഭവതി. നിർജത്യ എന്നാൽ ജയിച്ചിട്ട് എന്നാണ് പറയുന്നത്. ഭവതി അല്ലയോ ദേവി. അപ്പോ അല്ലയോ ദേവി, അമ്മയുടെ ഊരുഭാഗങ്ങള്, രണ്ട് ഊരുക്കളും രണ്ട് തുടകളും കരീന്ദ്രാണാം ശുണ്ടാൻ കനക കദളീ കാണ്ഡപടലീം ഉപാഭ്യാം ഊരുഭ്യാം ഉഭയമപി നിർജത്യ ഭവതി. അവയെ രണ്ടും ജയിക്കുന്നതായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? കരീന്ദ്രന്റെ ആ മാതംഗലീലയിലാണ് എന്തിനെക്കുറിച്ച് പറയുന്നത്? ആനയുടെ സൗന്ദര്യത്തെക്കുറിച്ച്, ആനയുടെ തുമ്പിക്കരത്തെക്കുറിച്ചും മസ്തകത്തെക്കുറിച്ചും ചെവികളെക്കുറിച്ചും കാലുകളെക്കുറിച്ചും എല്ലാം. അപ്പൊ ആനയെക്കുറിച്ച് അപ്പൊ വളരെ സുന്ദരമായ വസ്തുവായിട്ട് ആനയെ വർണ്ണിക്കുന്നുണ്ട്, ഗജത്തെ വർണ്ണിക്കുന്നുണ്ട്. ഏതിനകത്ത്? മാതംഗലീലയിൽ. അപ്പൊ ഉത്തമമായ ഒരു ഗജത്തിന് അതിശ്രേഷ്ഠമായ തുമ്പിക്കരങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ആ തുമ്പിക്കരത്തിന്റെ വണ്ണത്തോടും അല്ലെങ്കിൽ തുമ്പിക്കരത്തിന്റെ ആകൃതിയോടും അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ കദളിവാഴയുടെ ആ ശോഭയോടും ആണ് ഉപമിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഉപമയല്ല, അതിനെ വിജയിക്കുന്നതാണ് അമ്മയുടെ തുടകൾ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നീടോ സുവൃത്താഭ്യാം പത്യു പ്രണതി കഠിനാഭ്യാം ഗിരിസുതേ. സുവൃത്താഭ്യാം എന്ന് പറഞ്ഞാൽ എന്താണ്? സുവൃത്താഭ്യാം നല്ല വൃത്താകൃതിയിലുള്ള. എന്തിനെ കുറിച്ചാണ്? ജാനുഭ്യാം, ജാനു എങ്കിൽ മുട്ടുകള്, രണ്ട് മുട്ടുകളെ കുറിച്ചാണ്. വളരെ വൃത്താകൃതിയിലിരിക്കുന്ന രണ്ട് മുട്ടുകള്. അതെങ്ങനെയാണ്? സുവൃത്താഭ്യാം പത്യു പ്രണതി കഠിനാഭ്യാം ഗിരിസുധേ. അപ്പൊ പ്രണതി കഠിനാഭ്യാം, പത്യു എന്ന് പറഞ്ഞാൽ പതി, പത്യു പ്രണതി കഠിനാഭ്യാം.
പതിയായിരിക്കുന്ന പരമശിവനെ, അമ്മയ്ക്ക് ജ്ഞാനമുണ്ട്, വളരെ ജ്ഞാനിയാണ്. പക്ഷെ എന്നിരുന്നാലും അമ്മ ഒരു ഭാര്യയും കൂടിയാണ്. പതിവ്രതാരത്നങ്ങളുടെ കർത്തവ്യമാണ് എന്ത്? ഭർത്താവിനെ നമിക്കുക എന്ന് പറയുന്നത് എന്നാണ് സനാതനധർമ്മം. അങ്ങനെ ആ സനാതനധർമ്മത്തെയും പരിപാലിക്കുന്നു അമ്മ എന്നും കൂടെ പറഞ്ഞു തരികയാണ്. അതോടൊപ്പം തന്നെ എന്താണ്? അങ്ങനെ പത്യുപ്രണതി കഠിനാഭ്യാം, ഭർത്താവിനെ പ്രണമിക്കുമ്പോഴുണ്ടാകുന്ന ഭൂസ്പർശം, മുട്ട് താഴെ കുത്തിയിരുന്നിട്ടാണ്, കുത്തിയിട്ടാണല്ലോ നമസ്കരിക്കുന്നത്. അങ്ങനെ മുട്ടുകുത്തി നമസ്കരിക്കുമ്പോൾ ജാനുഭ്യാം പത്യുപ്രണത കഠിനാഭ്യാം ഗിരിസുതേ വിധിജ്ഞേയാഭ്യാം വിബുധകരി കുംഭദ്വയമപി. അപ്പൊ ആ രണ്ട് കാൽമുട്ടുകളാൽ എന്താണ്? വിബുധകരി കുംഭദ്വയമപി. വിബുധൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേവൻ എന്നാണ് അർത്ഥം. വിബുധൻ ദേവൻ, കരി എന്ന് പറഞ്ഞാൽ ആന. അപ്പൊ ദേവന്റെ ആന, ദേവൻ ആന ഏതാണ്? ഐരാവതം. അപ്പൊ ഐരാവതത്തിന്റെ വിബുധകരിം കുംഭദ്വയമപി, കുംഭം മസ്തകം, ദ്വയം രണ്ട്, അപ്പൊ കുംഭദ്വയമപി. അപ്പൊ ഐരാവതത്തിന്റെ ആ രണ്ട് മസ്തക കുംഭങ്ങളെയും ഹേ വിധിജ്ഞേ എന്നാണ്, വിധിജ്ഞേ ജാനുഭ്യാം വിബുധകരി കുംഭദ്വയമഭി. എന്താണ്? വിധിജ്ഞേ, വിധി പോലെ ഭർത്തൃശുശ്രൂഷകളെല്ലാം വിധിയാവണ്ണം നല്ലാവണ്ണം അറിയാവുന്ന അല്ലയോ ദേവി, അങ്ങനെയുള്ള ദേവി വർത്തിക്കുന്നു എന്നാണ്. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? കരീന്ദ്രാണാം ശുണ്ടാൻ കനകകദളി കണ്ടപടലി ഉപാഭ്യാമൂരുഭ്യാം ഉഭയമപി നിർജിത്യ ഭവതി സുവൃത്താഭ്യാം പത്യുപ്രണതി കഠിനാഭ്യാം ഗിരിസുതേ വിധിജ്ഞേ ജാനുഭ്യാം വിബുധകരി കുംഭദ്വയമപി. അപ്പോൾ ഹേ പാർവതി, അങ്ങ് പർവ്വതരാജപുത്രിയായിരിക്കുന്ന പാർവതി ദേവി എന്താണ്? അങ്ങ് ലോകസാമാന്യമായിരിക്കുന്ന ഭർത്തൃശുശ്രൂഷാദികളെയെല്ലാം വ്രതചര്യകൾ വിധി പോലെ അറിയുന്നവളാണല്ലോ എന്ന് പറയുന്നു. അതാണ് വിധിജ്ഞേ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രണത കഠിനാഭ്യാം ഗിരിസുതേ വിധിജ്ഞേ ജാനുഭ്യാം വിവിധകരി കുംഭദ്വയമപി. അപ്പൊ ആദ്യത്തെ ശ്ലോകത്തിന്റെ ആദ്യ ഭാഗത്ത് ദേവിയുടെ ഏതാ? വിബുധകരി കുംഭദ്വയമാണല്ലോ, ദ്വയം അപ്പി എന്നല്ലേ ഞാൻ പറഞ്ഞേ? അല്ല, വിബുധകരി കുംഭദ്വയം അസീന്നാ കിടക്കുന്നത്. അല്ല, അപ്പി എന്നാണ് പറയേണ്ടത്. ദ്വയം അപ്പിനെ അപ്പിയല്ല, ദ്വയം അപ്പി എന്നാണ്. അല്ല, ദ്വയം അപ്പി. എല്ലാവരുടെയും ഒരേ പുസ്തകമായിരിക്കും, അതാ അസീന്ന് കാണുന്നത്. അപ്പി ആയെങ്കിലേ ശരിയാവുള്ളൂ. അപ്പി രണ്ടിനെയും ചേർത്തല്ലേ പറയുന്നത്. ദ്വയം അപ്പി അവ എന്നുള്ളതാണ് ഇവിടുത്തെ അർത്ഥം. കരീന്ദ്രാണാം ശുണ്ടാൻ കനകകദളീ കണ്ഠപടലീം ഉപാഭ്യാം ഊരുഭ്യാം ഉഭയമപി നിർജിത്യ ഭവതി സുവൃത്താഭ്യാം പത്യു പ്രണതി കഠിനാഭ്യാം ഗിരിസുതേ വിധിജ്ഞേ ജാനുഭ്യാം വിബുധകരി കുംഭദ്വയമപി. അപ്പൊ ഭർത്തൃശുശ്രൂഷ തുടങ്ങിയ വിധികളെ വളരെ നല്ലവണ്ണം അറിയാവുന്നതും പർവ്വതരാജപ്രിയമായിരിക്കുന്ന അല്ലയോ ഭഗവതി, അല്ലയോ അമ്മേ, നിന്തിരുപടിയുടെ രണ്ട് തുടകളെ കൊണ്ട് കരീന്ദ്രന്മാരുടെ തുമ്പിക്കൈകളെയും കനക കദളി കൊണ്ട് എന്താണ് കനക കദളി കണ്ടപടലിയും ആ കദളിവാഴത്തടകളെയും എല്ലാം തോൽപ്പിച്ചു. പിന്നീട് എന്താണ്? പ്രതിദിനം സ്വന്തം ഭർത്താവായിരിക്കുന്ന പരമശിവനെ നമസ്കരിക്കുന്നത് കൊണ്ട് തഴമ്പിച്ച് കഠിനങ്ങളായ വളരെ ശോഭനങ്ങളായ സുവൃത്താകൃതികളുമായിരിക്കുന്ന കാൽമുട്ടുകള് ഐരാവതത്തിന്റെ രണ്ട് മസ്തകങ്ങളെയും ജയിച്ചിട്ട് ശോഭിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ദേവിയുടെ കാലുകളാണ് ഈ ശ്ലോകത്തിന്റെ വർണ്ണവിഷയം. അപ്പോ ദേവിയുടെ സൗന്ദര്യത്തെയും വർണ്ണിക്കുന്നു, അതുപോലെ ദേവിയുടെ ഭർത്തൃശുശ്രൂഷകളെ, സനാതന സംഹിതകളെയെല്ലാം പരിപാലിക്കുന്നകളാണ് ദേവി എന്ന് പറയുന്നു. ദേവിയുടെ പാതിവൃത്യത്തെയും പറഞ്ഞു വരുന്നു. അപ്പൊ ഇവ രണ്ടിനെയും ജയിച്ചു എന്ന് പറയുന്നതുകൊണ്ട് ഇവയേക്കാൾ എല്ലാം സുന്ദരമാണ് ദേവിയുടെ കാര്യങ്ങൾ കൂടെ എന്ന് പറഞ്ഞു വെക്കുകയാണ്.
അപ്പൊ നമ്മൾ ഈ ലളിതാ സഹസ്രനാമത്തില് ഒരു വരിയിലെ മാണിക്യ മകുടാകാര ജാനുദ്വയ വിരാജിത എന്ന് പറയുന്നുണ്ട് അല്ലെ. മാണിക്യ മകുടാകാര രണ്ട് മുട്ടുകളെ കുറിച്ച് മാണിക്യ മകുടാകാര ജാനുദ്വയ വിരാജിത എന്ന് പറയുന്നുണ്ട്. ശ്ലോകം ഒന്നുകൂടെ ചൊല്ലി നോക്കാം. കരീന്ദ്രാണാം ശുണ്ഡാൻ കനകകദളീ കണ്ഠപടലീം ഉപാഭ്യാമൂരുഭ്യാം ഉഭയമപി നിർജിത്യ ഭവതി സുവൃത്താഭ്യാം പത്യു പ്രണിത കഠിനാഭ്യാം ഗിരിസുതേ വിധിജ്ഞേ ജാനുഭ്യാം വിഭുത കരികുംഭ ദ്വയമപി എന്ന് തന്നെയാണ് കേട്ടോ. അപ്പോ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കിക്കൊണ്ടേ. കരീന്ദ്രാണാം ശുണ്ഡാൻ കനകകദളീ കണ്ഠപടലീം. ചൊല്ലിക്കോളൂ. അപ്പൊ ഈ എന്താണെന്ന് വെച്ചാലേ അപി എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഉഭയം അപി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിർജ്യതി എന്താണ് നിർജ്യതി എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോ അത് മാത്രമല്ല വിധിജ്ഞേ ജാനുഭ്യാം വിഭുത കരികുംഭ ദ്വയം അപി. ദ്വയം രണ്ട്, അപി രണ്ടിനെയും എന്നാണ് അർത്ഥം. അപ്പൊ അസി അല്ല അവിടെ, അപി തന്നെയാണ് വരുന്നത്. കരീന്ദ്രാണാം ശുണ്ഡാൻ കനകകദളീ കണ്ഠപടലീം. ചൊല്ലിക്കോളൂ. ഉഭാഭ്യാം ഊരുഭ്യാം ഉഭയമപി നിർജിത്യ ഭവതി സുവൃത്താഭ്യാം പത്യു പ്രണതി കഠിനാഭ്യാം ഗിരിസുതേ വിധിജ്ഞേ ജാനുഭ്യാം വിബുധ കരികുംഭദ്വയമപി. ഇപ്പോ അസി എന്ന് വന്നു കഴിഞ്ഞാല് വിഭുത കരികുംഭദ്വയ അസി എന്ന് നിങ്ങൾ പറഞ്ഞപ്പോ പലതിലും അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അത് ചിന്തിക്കണമെങ്കിൽ വിധിജ്ഞേ ജാനുഭ്യാം വിഭുത കരികുംഭദ്വയമസി എന്ന് പറഞ്ഞാൽ ജയിക്കുന്നതാകുന്നു എന്ന് വീണ്ടും പറയുന്നതാകാം. ഇപ്പൊ നിർജത്യ ഭവതി ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിർജത്യ അങ്ങനെ വന്നാൽ നിർജത്യ അസി എന്ന് ഇവിടുന്ന് ചേർത്ത് വായിക്കാൻ വേണമെങ്കിൽ ഉഭയമപി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ, പക്ഷെ ഇവിടെ രണ്ടിനെയും വിധിജ്ഞേ ജാനുഭ്യാം വിവിധ കരികുംഭത്വ രണ്ട് മുട്ടുകളെയും കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അപി എന്ന് തന്നെ ആവണം എന്നാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. കരീന്ദ്രാണാം ശുണ്ഡാൻ കനകകദളീ കണ്ഠപടലീം ഉപാഭ്യാമൂരുഭ്യാം ഉഭയമപി നിർജിത്യ ഭവതി സുവൃത്താഭ്യാം പത്യു പ്രണതി കഠിനാഭ്യാം ഗിരിസുതേ വിധിജ്ഞേ ജാനുഭ്യാം വിഭുത കരികുംഭദ്വയമപി. കരീന്ദ്രാണാം ശുണ്ഡാൻ കനകകദളീ കണ്ഠപടലീം ഉപാഭ്യാം ഊരുഭ്യാം ഉഭയമപി നിർജിത്യ ഭവതി സുവൃത്താഭ്യാം പത്യു പ്രണതി കഠിനാഭ്യാം ഗിരിസുതേ വിധിജ്ഞേ ജാനുഭ്യാം വിബുധ കരികുംഭദ്വയമപി. അതാണ് വിധിജ്ഞ എന്ന് ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ജ്ഞാനത്തോടൊപ്പം തന്നെ ആ അമ്മയ്ക്ക് എന്താണ് ജ്ഞാനത്തോടൊപ്പം തന്നെ ഭക്തിയും ഉള്ളത് കൊണ്ട് ആ വിധി അമ്മയുടെ ആദിവൃത്തിയും കൂടി കാണിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും ദേവി തൻ്റെ ഭർത്താവായിരിക്കുന്ന പരമശിവനെ മുട്ടുകുത്തി
നമസ്കരിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ആ നമസ്കരിക്കുന്നതുകൊണ്ട് മുട്ടുതറയിൽ മുട്ടുന്നുണ്ടല്ലോ, അങ്ങനെ മുട്ടിക്കൊണ്ടേയിരിക്കുമ്പോൾ അത് സാധാരണഗതിയിൽ അത്ര ബലവത്തല്ല, പക്ഷേ ബലവത്തായിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ്. അപ്പൊ ദേവിയുടെ കാൽമുട്ടുകൾ തഴമ്പിച്ചു കഠിനങ്ങളായിത്തീരുന്നു. അങ്ങനെ ജാനുക്കളെ കൊണ്ടുള്ള ദേവിയുടെ കാലുകളും ഐരാവതത്തെയും തോൽപ്പിക്കുന്ന ഒന്നാണ് എന്നാണ്. മുട്ടുകളുടെ ആ ശക്തി കൊണ്ട് ഐരാവതത്തിന്റെ കുംഭത്തെയും തോൽപ്പിക്കുന്ന ഒന്നാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞു വരുന്നത്. അപ്പൊ ദേവിയുടെ ഊരുക്കളെയും ജാനുക്കളെയുമാണ് വളരെ സൗന്ദര്യാതിശയത്തോടുകൂടി ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികൾ അതോടൊപ്പം തന്നെ ദേവിയുടെ പാതിവൃത്യനിഷ്ഠയും ഭർത്തൃഭക്തിയും എല്ലാം ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ലോകമാതാവായിരിക്കുന്ന ദേവി സത്യത്തില് ശിവാഭിന്നയാണ് എന്നൊക്കെ നാം പറയുകയുണ്ടായി അല്ലേ? ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിതും എന്നൊക്കെ നാം പഠിച്ചതാണ്. അപ്പോ അല്ലെങ്കിൽ ഒന്നുകിൽ ശിവാഭിന്നയാണ്, പക്ഷെ എന്നിരുന്നാൽ പോലും ഭൂമിയിലുള്ള സകല സ്ത്രീകൾക്കും അല്ലെങ്കിൽ ഭൂമിയിലുള്ള സ്ത്രീകൾക്ക് മാതൃക കാണിക്കുവാൻ വേണ്ടി കൂടി ആയിരിക്കണം ആചാര്യസ്വാമികൾ ഈ ആചാരത്തെ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്നാണ് ആചാര്യ നിരൂപണങ്ങൾ. അപ്പൊ ഈ 2 ശ്ലോകങ്ങൾ ഇന്ന് പഠിക്കാം. എനിക്ക് ചുമ വരുന്നു. അപ്പം ചൊല്ലാവുന്നവരൊന്ന് ചൊല്ലി നോക്കൂ. ഇതിനകത്ത് എന്തെങ്കിലും സംശയം ശ്ലോകത്തില് അർത്ഥമുണ്ടെങ്കിൽ നോക്കാം. അതല്ലെങ്കിൽ ആർക്കൊക്കെ ചൊല്ലാം എന്നുണ്ടെങ്കിൽ ഒന്ന് ചൊല്ലി നോക്കൂ. ജയശങ്കര ചൊല്ലിക്കോട്ടെ. ഗുരുത്വം വിസ്താരം ക്ഷിതിധരപതി പാർവതി നിജാ നിദംബാദാജിത്യ ത്വയിഹരണരൂപേണ നിദദേ അധസ്തേ വിസ്തീർണോ ഗുരുരയമശേഷാം വസുമതി നിദംബ പ്രാഫാര സ്ഥഗേതി ലഘുത്വം നയതി ച കരീന്ദ്രാണാം ശുണ്ഡാൻ കനകകദളീ കാണ്ഡപടലി മുഭയമഭിനിർജിത്യ ഭവതി സുഹൃത്താഭ്യാം പത്യു പ്രണതി കഠിനാഭ്യാം ഗിരിസുതേ വിധിജ്ഞേ ജാനുഭ്യാം വിബുധകരികുംഭദ്വയമപി. ആരാണ് വേറെ ചൊല്ലാൻ തയ്യാറുള്ളത്? ഞാൻ ജപിക്കാം. ചോദിച്ചോട്ടെ. ഗുരുത്വം വിസ്താരം ക്ഷിതിധരപതി പാർവതി നിജാത് നിദംബാദാച്ഛിദ്യ ത്വയിഹരണരൂപേണ നിദദേ അധസ്തേ വിസ്തീർണോ ഗുരുരയമശേഷാം വസുമതീം നിദംബ പ്രാഗ്ഭാര സ്ഥഗയതി ലഘുത്വം നയതി ചാം കരീന്ദ്രാണാം ശുണ്ഡാൻ കനകകദളീ കാണ്ഡപടലീം ഉഭാഭ്യാമൂരുഭ്യാം ഉഭയമഭിനിർജിത്യ ഭവതി സുവൃത്താഭ്യാം പത്യോ പ്രണതി കഠിനാഭ്യാം ഗിരിസുതേ വിധിജ്ഞേ ജ്ഞാജാനുഭ്യാം വിബുധകരികുംഭദ്വയമപി. ഇനി ആരാണ് ചൊല്ലാൻ താല്പര്യപ്പെടുന്നത്? ഞാൻ ചൊല്ലാം. ആയിക്കോട്ടെ ശ്രീമതി. ഗുരുത്വം വിസ്താരം ക്ഷിതിധരപതി പാർവതി നിജാത് നിതാംബാദാച്ഛിത്യ ത്വയിഹരണരൂപേണ നിദധേ അധസ്തേ വിസ്തീർണോ ഗുരുരയമശേഷാം വസുമതീം നിദംബ പ്രാഗ്ഭാര സ്ഥഗയതി ലഘുത്വം നയതി ച കരീന്ദ്രാണാം ശുണ്ഡാൻ കനകകദളീ കാണ്ഡപടലീം ഉഭാഭ്യാമൂരുഭ്യാം ഉഭയമഭിനിർജിത്യ ഭവതി സുവൃത്താഭ്യാം പത്യു പ്രണതി കഠിനാഭ്യാം ഗിരിസുതേ വിധിജ്ഞേ ജാനുഭ്യാം വിബുധകരി കുംഭദ്വയമപി. ആർക്കെങ്കിലും ചൊല്ലാൻ താല്പര്യമുണ്ടോ? ചൊല്ലട്ടെ. ആയിക്കോട്ടെ. ഗുരുത്വം വിസ്താരം ക്ഷിതിധരപതി പാർവതീ നിജാം നിദംബാദ്യ അച്ഛിദ്യ ദ്വയഹരണാരൂപേണ നിദദേ അധസ്തേ വിസ്തീർണോ ഗുരുരയമശേഷാം വസുമതീം
നിദംബ പ്രാഗ്ഭാര സ്ഥഗയതി ലഘുത്വം നയതി ച കരീന്ദ്രാണാം സുന്ദാൻ കനകകദളീ കാണ്ഡപടലീം ഉരുഭ്യാം ഉഭയമവിനിർജിത്യ ഭവതീം സുവൃദ്ധാഭ്യാം പത്യോ പ്രണതികഠിനാഭ്യാം ഗിരിസുതേ വിധിജ്ഞേ ജ്ഞാനുഭ്യാം വിബുധകരീ കുംഭദ്വയമപി. മറ്റാരെങ്കിലും ഇനിയുണ്ടോ? സുരേഷ് ഏട്ടൻ തയ്യാറാവുന്ന ലക്ഷണം കാണുന്നല്ലോ. ജയശങ്കര ചൊല്ലിക്കോട്ടെ സുരേഷ് ഏട്ടാ, ഒന്ന് മ്യൂട്ട് മാറ്റിയിട്ട്. ഇല്ല, ഞാൻ നിങ്ങളൊക്കെ ജപിക്കുന്നത് കേട്ടോണ്ടിരിക്കുകയാണ്, മനസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ആരെങ്കിലും ചൊല്ലാൻ തയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ ജ്യോതിഷം നമുക്ക് ഇന്നത്തെ ക്ലാസ് സാർ ഒന്നുകൂടി ചൊല്ലിത്തരുവോ? എന്തോ സാർ ഒന്നുകൂടി ചൊല്ലിത്തരുവോ? ആ ചൊല്ലിത്തരാം ട്യൂണ് പലതും മാറുമ്പോഴേ കിട്ടുന്നില്ല. ചൊല്ലിത്തരാം. ഞാനൊന്ന് ചൊല്ലാം, നിങ്ങളും ചൊല്ലി വരണം അതുവഴി. ആ. ഗുരുത്വം വിസ്താരം ക്ഷിതിധരപതി പാർവതി നിജ. ചൊല്ലിക്കോളൂ. ഗുരുത്വം വിസ്താരം ധരപതി ശ്രീധരപതി പാർവതി നിജ. നിദംബാദാഛിദ്യ വൈഹരണ രൂപേണ നിദധേ. അതസ്തേ വിസ്തീർണോ ഗുരുരയമശേഷാം വസുമതീം. നിദംബ പ്രാഗ്ഭാര സ്ഥഗയതി ലഘുത്വം നയതി ച. ലഘുത്വം നയതി ച, ലഘുത്വം ആക്കി തീർക്കുകയാണ് ഭൂമിയുടെ. എന്തുകൊണ്ടാണ്? നിദംബ പ്രാഗ്ഭാര, അത്ര ഗംഭീരമായിരിക്കുന്ന നിദംബത്തിന്റെ ആ ഭാരം കൊണ്ട് അതിനെ ഭൂമി എത്ര വലിപ്പമുള്ളതാണെന്ന് നമുക്കറിയാം. നമ്മളെക്കാൾ സാക്ഷാൽ മനുഷ്യന് കണ്ട് അല്ലെങ്കിൽ കേൾവി കൊണ്ട് കേട്ട് മനസ്സുകൊണ്ട് ഊഹിക്കുവാൻ കഴിയുന്ന ഭൂമിക്ക് ഒരു വലിപ്പമുണ്ട്. അല്ലെങ്കിൽ കണക്ക് കൂട്ടി എഴുതി വെച്ചിരിക്കുന്ന ഇത്ര ചതുരശ്ര അടി കിലോമീറ്ററുകൾ എന്നൊക്കെ നാം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും എല്ലാം വലിപ്പമാണ് ദേവിയുടെ നിദംബം എന്ന് പറയുന്ന ആ ഗുരുത്വത്തെ ഒന്ന് ചിന്തിക്കൂ. അങ്ങനെ ഗുരുത്വമുള്ള ഒന്ന് കണ്ടുകൊണ്ട് ഭൂമിയെ ലഘുത്വമുള്ളതാക്കി മാറ്റുകയും ചെയ്യുന്നു. അപ്പൊ ഈ പറയുന്ന ബ്രഹ്മാണ്ഡ കോടികളെല്ലാം, ഈ പ്രപഞ്ചമെല്ലാം തന്നെ ആ ദേവിയുടെ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗത്ത് ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നു. അപ്പൊ ബ്രഹ്മാണ്ഡ കോടികൾ മുഴുവൻ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചം എല്ലാം ആ ദേവിയുടെ ശരീരത്തിൽ ഉൾക്കൊള്ളുന്നു എന്ന് പറയുമ്പോൾ ആ ഭഗവതിയുടെ സാന്നിധ്യവും അനുഗ്രഹവും ഭൂമണ്ഡലത്തിൽ ഉണ്ടാകുന്നത് സമസ്ത ഭൂതല ജാലങ്ങൾക്കും അനുഗ്രഹമാണ് എന്നാണ് ആ ശ്ലോകത്തിന്റെ പൂർണ്ണമായ ചിന്ത. ഒന്നുകൂടെ ചൊല്ലി നോക്കാം ആ ശ്ലോകം. വിസ്താരം ക്ഷിതിധരപതി പാർവതി നിജാദിദംബാദാഛിദ്യ ത്വൈഹരണ രൂപേണ നിദധേ. അധസ്തേ വിസ്തീർണോ ഗുരുരയമശേഷം വസുമതീം. നിദംബ പ്രാഗ്ഭാര സ്ഥഗയതി ലഘുത്വം നയതി ച. മറ്റേ ശ്ലോകം 82 ചൊല്ലി നോക്കാം. കരീന്ദ്രാണാം ശുണ്ഡാൻ കനകകദളീ കാണ്ഡപടലീ. അപ്പൊ ഇതിനകത്ത് കണ്ഡപടലീം ഉപാഭ്യാം എന്ന് ഒന്നിച്ച് ചൊല്ലുകയാണെങ്കിൽ കണ്ഡപടലി എന്ന് ചൊന്നു വരാം, അല്ലെങ്കിൽ കണ്ഡപടലീം എന്ന് നിർത്തണം, കാരണം മാ അവിടെ വരണം. അതാണ് ഇന്ദ്രാണം ശുണ്ഡാൻ കനകകദളീ കണ്ഡപടലീ. ഉപാഭ്യാം ഊരുഭ്യാം ഉഭയമപി നിർജിത്യ ഭവതി. നോക്കൂ, കരീന്ദ്രാണാം ശുണ്ഡാൻ കനകകദളീ കണ്ഡപടലീമുപാഭ്യാമൂരുഭ്യാമുഭയമപി
നിർഭവതി വൃത്താഭ്യാം പത്യു പ്രണതി കഠിനാഭ്യാം ഗിരിസുതേ. ചൊല്ലിക്കോളൂ. സുവൃത്താഭ്യാം പ്രണതി കഠിനാഭ്യാം ഗിരിസുതേ വിധിജ്ഞേ ജ്ഞാനുഭ്യാം വിബുധ കരികുംഭ ദ്വയമപി. ഒന്നുകൂടെ ചൊല്ലിക്കോളൂ. കരീന്ദ്രാണാം കനകകദളീ കണ്ഠപടലീ കരീന്ദ്രാണാം ശുണ്ഡാൻ കനകകദളീ കാണ്ഡപടലീം ഉപാഭ്യാം ഗുരുഭ്യാം ഉഭയമപി നിർജ്ജർഭവതി. ഭയമപി നിർജിത്യ ഭവതി. സുവൃത്താഭ്യാം പത്യു കഠിനാഭ്യാം ഗിരിസുതേ വൃത്താഭ്യാം പത്യു പ്രണതി കഠിനാഭ്യാം ഗിരിസുതേ ജാനുഭ്യാം വിബുധ കരികുംഭദ്വയമപി. ഇനി ആരെങ്കിലും ജപിക്കാൻ ചൊല്ലാൻ ഉണ്ടെങ്കിൽ ചൊല്ലാം, അതല്ലെങ്കിൽ ക്ലാസ് അവസാനിപ്പിക്കാം എന്ന് പ്രാർത്ഥിക്കുന്നു. ജയശങ്കര. ആരെങ്കിലും ഉണ്ടെങ്കിൽ ചൊല്ലിക്കൊണ്ടേ കേട്ടോ. ജയശങ്കര. ആരും ചൊല്ലാൻ മുന്നോട്ട് വരാത്ത സ്ഥിതിക്ക് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഇത്രയും നേരം ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും, അതുപോലെ നമ്മുടെ ഗുരുനാഥനായ ജയഷൻജിക്കും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. ജയശങ്കര. 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 ജയശങ്കര.